ശ്രീ കെ പി നൌഷാദ് അലി, കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണത്തിൽ പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇത് ഉദ്യോഗസ്ഥരിൽ മാത്രം അവസാനിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ സംശയിച്ചു. അതിനുശേഷം എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായി. ഇപ്പോൾ എ പത്മകുമാറിന്റെ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യമുനയിലാണ്. ഇവരുടെയൊക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അന്വേഷണം ശരിയായ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായമല്ലേ കോൺഗ്രസിനുള്ളത്? പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതാണ്, കാണാതായ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്നറിയാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് എന്നറിയാൻ കഴിയുമെന്നാണ്. ആ നിലപാടിൽ തന്നെയാണോ കോൺഗ്രസ് ഉള്ളത്? കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നതിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? ഇവിടെ ഗോപികൃഷ്ണൻ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം അക്ഷന്തവ്യമായ ഒരു അപരാധവും ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്തൊരു വീഴ്ചയുമാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളിതൊന്ന് പരിശോധിക്കണം. 1998 ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളൊക്കെ സ്വർണം പൂശിയതല്ല, അത് ക്ലാഡിങ് ഓഫ് ഗോൾഡാണ്. അത് സ്വർണം കൊണ്ട് പൊതിയുകയാണ് ചെയ്തത്, അല്ലാതെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒന്നും നടത്തിയതല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2019 ഈ പോറ്റിക്ക് വീണ്ടും ഇവർ സ്വർണം പൂശാൻ ഇവർ അനുമതി കൊടുക്കുന്നത്. ദേവസ്വം ബോർഡ് ഉത്തരവിറക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാളിയൊക്കെ അടർത്തി മാറ്റി കൊണ്ടുപോകുമ്പോൾ വിജിലൻസിൻ്റെ സാന്നിധ്യം വേണം ദേവസ്വം ബോർഡ് മാനുവൽ അനുസരിച്ച്. അതിവർ ലംഘിക്കുന്നു. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അറ്റകുറ്റപ്പണി ക്ഷേത്ര പരിസരത്ത് വെച്ച് ചെയ്യണം, അത് ഇവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അതും നിയമമാണ്, അതും ഇവർ തെറ്റിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ പാളികളൊക്കെ ചെമ്പ് പാളികളാണ് എന്ന് പറഞ്ഞ് മഹസർ എഴുതി സർട്ടിഫിക്കറ്റ് ഈ പോറ്റിക്ക് കൊടുക്കുന്നു. 12 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്താവുന്ന ചെന്നൈയിലേക്ക് ഇയാൾ 1 മാസവും 9 ദിവസവും എടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പാളികൾ കൊണ്ടുവന്നപ്പോൾ 4.5 കിലോയിലധികം തൂക്കത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർബാധം പിണറായി വിജയൻ എന്ന, ഞാൻ മോഷ്ടാവ് എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിനാണ് ഇതിൻ്റെ പരമമായ ഉത്തരവാദിത്വം. ഇത്തരത്തിലൊരു മോഷ്ടാക്കളുടെ സർക്കാർ പരമമായ ഉത്തരവാദിത്വം എന്ന് പറയാൻ ഇന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത്, ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്കും. ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു അഭിമുഖത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിൽ ആരാണോ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ളത് അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല. അപ്പോൾ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി ആയാലും സർക്കാരായാലും പാർട്ടിയാണെങ്കിലും പറയുന്നത്, ഇതിൽ ആരുടെ ഭാഗത്തുനിന്നാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ നോക്കിയാൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കും സർക്കാരിനുമൊക്കെ ഇങ്ങനെ ആളുകളുടെ പേര് പറഞ്ഞ് അവരിലേക്ക് എത്തുന്നുണ്ട്, അവരിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്, ഞങ്ങൾ ഭരിക്കുമ്പോഴും എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ഗോപികൃഷ്ണ, ഇവിടെ കോഴിയെ കട്ട് തിന്നതിന് ശേഷം കുറുക്കൻ പ്രഖ്യാപിക്കുകയാണ്, ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കൊക്കെ എതിരെ ഞങ്ങൾ നടപടിയെടുക്കും, ജാഗ്രത പാലിക്കുമെന്ന് കുറുക്കൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേ പ്രതീതിയാണ് എം വി ഗോവിന്ദനൊക്കെ ഇത് പറയുമ്പോൾ ഉണ്ടാകുന്നത്. അവരുടെ ഭരണം, അവരുടെ തുടർഭരണം, അവരുടെ മുഖ്യമന്ത്രി, ദേവസ്വം മന്ത്രി, ദേവസ്വം ചെയർമാൻ, ദേവസ്വം അംഗങ്ങൾ, അവർ സമ്പൂർണ്ണമായി പാർട്ടിവൽക്കരിച്ച HRNC ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ ചേർന്ന് ഇവർ നടത്തിയ കൊള്ളയാണിത്. ഇത് പിടിച്ചപ്പോൾ ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കള്ളന്മാർ നിക്കക്കള്ളി ഇല്ലാതാവുമ്പോൾ അവർക്ക് ഇതെങ്കിലും പറയണ്ടേ? ഞാനതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കാലക്ഷേപം നടത്താനുള്ള ആ സൗജന്യം, ആ ഒരു പഴുത് ഞാൻ CPM-മാർക്ക് നൽകുകയാണ്. കാരണം അവർക്ക് അതെങ്കിലും പറയണ്ടേ? ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാമല്ലോ. ഇതിപ്പോൾ UDF ഭരണത്തിൻ്റെ കാലത്താണ് എന്ന് നിങ്ങൾ കരുതുക. ഈ കേരളം ഈ CPM ഇന്ന് ചുട്ട ചാമ്പലാക്കുമായിരുന്നു. അവരാണ് ഈ കളവ് മുഴുവൻ നടത്തി നേതാക്കൾ വരിവരിയായി ജയിലിലേക്ക് ഇങ്ങനെ ക്യൂ ആയിട്ട് യാത്രയാകുമ്പോൾ അതും എന്താണ്, ഇത് അമ്പലം കക്കുക, അതും അയ്യപ്പൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ദ്വാരപാലകൻ എന്നൊക്കെ പറഞ്ഞാൽ മഹാവിഷ്ണു, ജയവിജയന്മാർ, ദ്വാരപാലകൻ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളും ആത്മീയ പരിസരങ്ങളുമുള്ള ഒന്നാണ്. അതൊക്കെയാണ് ഇവർ എടുത്ത് കവർന്നു കൊണ്ടുപോകുന്നത്. എന്നിട്ട് ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് ഇവർ. ഇവർക്ക് എവിടെയാണ് കൈവെക്കാൻ ഇവരുടെ കൈ നീളാതിരിക്കുക? ഇതുപോലെ ഒരു കാട്ടുകള്ളന്മാർ, ഇതുപോലൊരു അപരാധികൾ, ഇതുപോലൊരു വെറുക്കപ്പെട്ടവർ
ഈ വേറെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടോ? ജനാധിപത്യ ലോകത്തിന് അപമാനമാണ് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉളുപ്പും മാനമൊക്കെ അവശേഷിക്കുന്നുവെങ്കിൽ സാഷ്ടാംഗം ആ മാപ്പ് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.